ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഞങ്ങൾ അതിൽ നിന്ന് ആനക്കുളം മൂന്നാർ ടൂറ് പോയിട്ട് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ ഒന്ന് റിലീസായിട്ട് വരണുള്ളൂ കേട്ടോ. പനി ചുമയൊക്കെ പിടിച്ച് ആകെ ബുദ്ധിമുട്ടില്ലായിരുന്നു എല്ലാവരും. അപ്പം ഞങ്ങളിത് ഫസ്റ്റ് ഡേ ആണ്, ആനക്കുളത്തേക്കാണ് ഫസ്റ്റ് ഡേ പോണത്. ഞങ്ങളിവിടുന്ന് ശനിയാഴ്ച രാവിലെ തന്നെ ഒരു 9 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ട്രിപ്പ് പറഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൊരു ട്രിപ്പായിരുന്നു. കുറേ നാളായിട്ട് ആഗ്രഹിച്ചു എന്നതാണിത്. അതും മഴയത്തായിപ്പോയി പെട്ടത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ വലിയ മഴയൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ എന്തോ വീട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും പനിയും ചുമയൊക്കെ പിടിച്ച് ആകെ ടയേർഡായിപ്പോയിട്ടോ. ഉച്ചയായപ്പോൾ ഞങ്ങൾ പോണ വഴിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയത് നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നേ. ഫുഡ് ഞങ്ങളെല്ലാവരും ഓരോരുത്തർ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സ്പെഷ്യലൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ എടുത്ത് നോക്കണത്. അപ്പോൾ അതേ അടിപൊളി കറികളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു കറിക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഫുഡ് ലാവിഷായിരുന്നു, നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാവരുടെയും കറികളൊക്കെ മിക്സ് ചെയ്ത് ചോറൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ തന്നെ സ്വന്തമായി വെക്കണ ഫുഡല്ലേ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വേറൊരാളുടെ കറി കൂട്ടി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിന്ന് പോന്ന്. ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടി അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കഥ ഞങ്ങൾ പിന്നെ പറയാം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ നിറയെ കുരങ്ങന്മാരായിട്ടാണ്, കുഞ്ഞിക്കുരങ്ങന്മാർ. അതിൻ്റെ അമ്മയെ ഫാമിലി മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. ഐസ്ക്രീമും മിഠായിയൊക്കെ പെറുക്കി തിന്നണേ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളെന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവർക്കും കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് അവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ല. നമുക്ക് ഈ പോണേൻ്റെ ഒരു വൈബ് അങ്ങോട്ട് കിട്ടാനായിട്ട് നമുക്ക് 2 ഗായകന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരുടെ പാട്ടൊക്കെ കേട്ട് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ ആസ്വദിച്ച് വരുമ്പോഴാണ് ഇവിടെ അടിവാരത്ത് റോഡ് പണി സ്റ്റേജ് ചെയ്തതിൻ്റെ സമരം നടക്കണമായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവരൊന്ന് ഉപദേശങ്ങളൊക്കെ തന്നിട്ട് വിട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അടുത്ത ഗായകൻ്റെ നമ്മുടെ പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണേനെ. നമ്മുടെ ഇപ്പോൾ പാട്ട് കേട്ടത് ബിജോയ് ചേട്ടൻ്റെയും സന്തോഷ് ചേട്ടൻ്റെയും പാട്ടാണ്. നല്ല അടിപൊളിയായിട്ട് രണ്ടാളും പാടിയിട്ടാണ്. ഈ 2 ഗായകന്മാരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഒരു ടൈഗർ കേവാണുള്ളത്. ആ തൂക്കുപാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കുറച്ചുകൂടി നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ടൈഗർ കേവ് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതിന് സ്പെഷ്യൽ എൻട്രി ഫീസും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ടൈം പോകുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് പോയില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ തന്നെ കയറി. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് എത്തിക്കഴിഞ്ഞു. വൈൽഡ് മെഡോസ് എന്ന് പറഞ്ഞ റിസോർട്ടാണിത്. ഇതൊരു കാടിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ ഇതേപോലെ ഒരു 3-4 റിസോർട്ട്സ് ഇവിടെ ഉണ്ട്. ഇതിന് ചുറ്റുമായിട്ട് ഇത്തിരി ഗ്യാപ്പിട്ടാണ് റിസോർട്ട് വന്നത്. വീടുകളാണെങ്കിലും വളരെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ.
ശരിക്കും ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയണത്. പിന്നെ നമുക്ക് അതിനുള്ള സേഫ്റ്റിയൊക്കെ ഉണ്ട്. ചുറ്റും കാടാണല്ലോ, ശരിക്കും നമുക്ക് പേടിയാവും ഇവിടെ ഒറ്റയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണുണ്ടായില്ല കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് ഒരാളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം പറയാമെന്ന്. ആ സംഭവം ദേ ഈ അട്ടക്കാരനാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തി അവിടുത്തെ ഒരു സ്പേസ് കിട്ടി നിർത്തിയതാണ്. അവിടെ നിന്ന് കൂടെ പോകുന്നതാണ് കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ ഇവരുടെ കൂടെയൊക്കെ നോക്കിയിരുന്നെങ്കിലും എൻ്റെ മേത്തൊരെണ്ണം കയറി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയപ്പോഴാണ് എൻ്റെ കാലുമ കയറി ഇരിക്കണത് കണ്ടത്. ഈ സാധനം കയറിയാൽ അറിയില്ല. ഈ ഒരു അട്ടനെ കൊണ്ട് ഭയങ്കര ശല്യം വരുന്നിട്ട് ഇവിടെ മാത്രമേ ഉണ്ടായുള്ളൂ ഇത്ര ശല്യം. നമ്മുടെ ചേട്ടന്മാരിതേ കുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചേട്ടന്മാർ വക സ്പെഷ്യൽ കുക്കിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കണത്. അവർ ഗ്രില്ലടിക്കാനുള്ള ചിക്കനൊക്കെ പെരട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി ഇതേ ചിക്കൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. മെയിൻ ഷെഫ് ആരാണ്? ഷാനുച്ചറായി. മൈ സ്വീറ്റ് ഹസ്ബൻഡിൻ്റെ കുക്കിംഗ് ആണേ. ഈശ്വര എന്താവോ എന്തോ. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കാറ് അവർക്ക്. ഇത് നേരെ തിരിച്ചതേ ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഓംപ്ലേറ്റും പുൽസയൊക്കെ അടിച്ച് തരാൻ പോണതേ. കുക്കൊക്കെ ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം ഇനിയും പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കാനായിട്ട്. എല്ലാ ഹസ്ബൻഡ്സ് ആയാലും അതെ, ഹസ്ബൻഡ്സ് ഡേയ്സ് എന്ന് പറയാം. ഇന്ന് അവരുടെ ദിവസമാണ്, അവർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ദിവസമാണ്. ഞങ്ങളെ ഫ്രീ ആക്കി അവരിരുത്തിയിട്ട് അവർ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞാൽ മതി, എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കണത്. അവർ ഫുൾ ഹാപ്പി ആയിട്ടാണ് ചെയ്യണത് മുഴുവനും. എല്ലാവരും ഒന്ന് വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് സെറ്റായി ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. പിള്ളേർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങൾ. ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. ഞങ്ങൾ 4 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബെഡ്റൂംസും എല്ലാ കാര്യങ്ങളും നല്ല സൗകര്യമുള്ളതായിരുന്നു. പിന്നെ വൈഫൈ കൂടി കണക്ട് ചെയ്ത് കിട്ടിയതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോൾ 3 ബെഡ്റൂം, ഒരു അത്യാവശ്യം വലിപ്പം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കൂടിയുള്ള നല്ലൊരു അടിപൊളി ബെഡ്റൂമാണ് 3. പിന്നെ വരുന്നത് എല്ലാവരും ഓരോ റൂമിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ വൊമിറ്റ് ചെയ്തുകൊണ്ടൊക്കെ അവർ അതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ചടിക്ക് ഈ സംഭവം ഇവിടെ നിന്ന് കിട്ടിയെന്നാവോ. അപ്പോൾ ഇതേ ഓരോ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങൾക്ക് പുറത്തൊന്ന് ചുറ്റിയിട്ട് വരാനായിട്ട്. ശരിക്കും നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് പേടിയാവായിരുന്നു കേട്ടോ. ചുറ്റിനും ഒരു സന്ധ്യാസമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗൈസ്, അപ്പം നമ്മുടെ ഷാനുച്ചറായിയുടെ അടിപൊളി ചിക്കൻ കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സവാള വാടി പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണമല്ല കേട്ടോ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് വീട്ടിൽ. സക്സസ് ആയ ചിക്കൻ കറിയാണോ, പല പ്രാവശ്യം പല ടേസ്റ്റ് ആയിരിക്കും. എങ്കിലും എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് മോളുടെ വക ചിക്കൻ ഉച്ചക്കലത്തെ ബാലൻസ് ഉണ്ടായിരുന്നത് അടിച്ചു മാറ്റുന്നു അച്ചുട്ടി. അപ്പോഴേക്കും കുറച്ച് ടൈമായിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഒരുവിധം സെറ്റായിക്കൊണ്ടിരിപ്പുണ്ട്. നൈറ്റി റിസോർട്ട് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ചുറ്റും ഒരു ഇരുട്ടത്ത് ഈ ഒരു വെട്ടം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഗ്രില്ലടിക്കാനുള്ള സെറ്റപ്പൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കേണ്ട ഇത് കനലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ശരിയാക്കിയിട്ട് വേണം നമ്മൾ പെരട്ടി വെച്ച ആ ഗ്രില്ല് ചിക്കൻ എടുത്ത് വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഗൈസ്. ചിക്കൻ കറി എൻ്റെ കെട്ടിയോൻ വെച്ചുകൊണ്ട് പറയാനല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ചിക്കൻ കറിയുടെയൊക്കെ സ്മെല്ലടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഗെയിമളിയിലാണ് കേൾക്കുക. ശരിക്കും എനിക്ക് ഇവിടെയൊക്കെ കണ്ടിട്ട് നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് നിന്നു. നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് നേരത്തെ പെരട്ടി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ ഗ്രില്ല് സ്റ്റാൻഡിലൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഗ്രില്ലടിച്ചങ്ങോട്ട് തിന്നാനായിട്ടാ. പക്ഷെ അതൊരു വല്ലാത്തൊരു ക്ഷമയില്ലാത്തൊരു കാത്തിരിപ്പാണ് ഗൈസ്. കാത്തിരുന്ന് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് വീശി എല്ലാവരും മാറി വീശിയ അവശതയായിട്ടോ.
ഇങ്ങനെ വല്ലപ്പോഴല്ലേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും ഇങ്ങനെയൊക്കെ കൂടണതും വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കാനൊക്കെ ഒരു ചാൻസ് കിട്ടുന്നത്. പാട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും നമ്മുടെ പിള്ളേഴ്സായിട്ട് ചാടി പുറത്തിറങ്ങിയിട്ടാ. നമ്മുടെ പാട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ഇനിയും വേവാനുണ്ട് കേട്ടാ. വല്ലാത്തൊരു കാത്തിരിപ്പാണ് കേട്ടോ. ഈ ഗ്രില്ലടിക്കാന്ന് വെച്ചാലുണ്ടല്ലോ കുറച്ച് സമയം പിടിക്കുന്നതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അതിലും ക്ഷമക്കേട് നമ്മുടെ കാത്തിരിപ്പിനാണ്. പിള്ളേർക്കാണെങ്കിൽ ആകെ വിശന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇവരാണെങ്കിൽ ഇത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കലാണ് കേട്ടോ. ഇത്ര നേരം കളിയിലായ കാരണം ഒന്നും അറിയണുണ്ടായില്ല. കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതേ എവിടെ ഗ്രില്ലഡ് ചിക്കൻ ചോദിക്കൽ തുടങ്ങി. അങ്ങനെ നമ്മതേ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒരു സൈഡ് ഫുള്ള് വലിയ കുഴപ്പമില്ലാണ്ട് മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പിള്ളേർക്ക് വേണ്ട ഫുഡൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ എടുത്തൊക്കെ തുടങ്ങിയിട്ടാ. അപ്പോൾ അതേ ഗ്രില്ല് ചെയ്തതും സെറ്റായിട്ടുണ്ട്. ചെറിയ പീസൊക്കെ നോക്കി സെറ്റായതൊക്കെ അതേ അവർക്ക് എടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ക്ഷമ കെടും. ഇനി ഇതേ നമ്മുടെ ചേട്ടൻ്റെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കറിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഹസ്ബൻഡ്സിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതേപോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഫ്രീ ആക്കി ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. ഇനിയും അവർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്നു പറയാൻ മടിക്കരുത്. ഞങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും സ്വന്തം വീടുകളിൽ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു നല്ലൊരു ഫസ്റ്റ് ഡേ അടിച്ച് പൊളിച്ച് ഇതേ ഇവിടെ എൻഡിങ് ആവുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആന വരുമ്പോൾ അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനക്കുളത്ത്. അപ്പോൾ ആന വന്നിട്ടില്ല എന്നാണ് ഇതുവരെയും കിട്ടിയ അറിയിപ്പ് അനുസരിച്ച്. അപ്പോൾ ഞങ്ങളുടെ പാട്ട് കച്ചേരിയൊക്കെ തുടർന്നിട്ട് ഞങ്ങൾ ആനക്കുളത്ത് വന്നിട്ട് ആനനെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായുള്ളേ. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി മെല്ലെ മെല്ലെ പടം കയ്യിലൊതുക്കി ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം. ഇത്ര നല്ലൊരു രാത്രി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ ഞങ്ങൾ പാട്ടുപാടി തന്നെ നേരം വെളുപ്പിച്ചു എന്ന് പറയണ പോലെ കുറേ സമയം പാടി ആ ചേട്ടന്മാരുടെ അവർക്ക് മതിയാവണുണ്ടായില്ല. പാടി ശരിക്കും ഞങ്ങളും അത് ആസ്വദിച്ചിരിക്കണമായിരുന്നു. ഈ കാടിൻ്റെ നടുവിൽ ഇത്ര നല്ല പാട്ടൊക്കെ കേട്ടിരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ വന്നിട്ട് ഇത്ര സമയമായിട്ടും ഒരു മഴ പോലും പൊടിഞ്ഞിട്ടില്ല. പാട്ട് പാടി മഴ പെയ്യിക്കുന്നുള്ളൊരു വാശിക്ക് ഇരുന്ന് അങ്ങോട്ട് പാടേണ് കേട്ടാ. എന്തായാലും പാട്ട് കേൾക്കാനും രസമുള്ളതുകൊണ്ട് ഞങ്ങളും കൂടെ കൂടി. മഴ പെയ്യോ ഇല്ലെന്ന് കൂടി അറിയണ്ടേ. അവസാനം വരെ ഒന്ന് കാണാം. നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണി കിളുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ. കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. സൂപ്പർ. മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ.
അപ്പം ഞങ്ങളുടെ ഈ ടൂർ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഡേ ഇതേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ നമ്മുടെ ഈ ചേട്ടന്മാരുടെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താം. അവരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇത്ര നല്ല കഴിവുകൾ പുറത്തെടുക്കാനുള്ള ചാൻസുകൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു കഴിവുകളൊക്കെ ഇങ്ങനെയൊക്കെ പുറത്തെടുക്കാനായിട്ടൊക്കെ കിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. ശരിക്കും ഇതൊക്കെ മൂടി വെച്ചിട്ട് മറിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടതല്ല. നമ്മൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചാൻസുകളൊക്കെ കിട്ടുമ്പോൾ പുറത്തെടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. ഹൃദയം തേങ്ങി വാർത്തകളിലേതോ താപസമൗനമുണർന്നു വീണ്ടും ശ്യാമഗത ഗാനലയം മംഗളമിൽ തമ്പുരുവിൽ പകരുക. പാട്ടുപാടി മഴ പെയ്ക്കുന്ന ഗാനഗന്ധർവന്മാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഇതേ പാട്ടുപാടി മഴ പെയ്ച്ചിരിക്കുന്നു ഗൈസ്.